തനിക്കും കുടുംബത്തിനും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് PV അൻവർ MLA DGPക്ക് പരാതി നൽകി. വെളിപ്പെടുത്തലുകൾ നടത്തിയതിനെ തുടർന്ന് വധഭീഷണി മുഴക്കി കത്തുവന്നതിനെ തുടർന്നാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഈ വെളിപ്പെടുത്തലുകളെ തുടർന്ന് ഭീഷണികൾ വരുന്നു, അതുകൊണ്ട് കുടുംബത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് PV അൻവർ MLA DGPക്ക് പരാതി നൽകിയല്ലോ. സാഹചര്യം എന്താണ്? കൂടുതലായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ഈ PV അൻവറിനെ ഊമക്കത്തുകൾ വന്നിരുന്നു. അതായത് ഈ വധഭീഷണി മുഴക്കിക്കൊണ്ടുള്ള ഊമക്കത്തുകൾ, അഡ്രസ് ഇല്ലാത്ത കത്തുകളാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ തുടർന്ന് തനിക്കും തന്റെ കുടുംബത്തിനും ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ DGPക്ക് കത്ത് നൽകിയിട്ടുള്ളത്. ആ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പൊതുസമൂഹത്തിൽ താൻ ഉന്നയിച്ച വിഷയങ്ങൾ ഇന്ന് കേരളമൊട്ടാകെ ചർച്ചയായിരിക്കുകയാണ്. സമൂഹത്തിലെ ചില ക്ഷുദ്രശക്തികൾ എന്നെ കൊല്ലുവാനും എന്റെ കുടുംബത്തെ അപായപ്പെടുത്താനും സാധ്യതയുണ്ട്. എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ ക്രിമിനൽ സംഘം ഊമകത്തും അയച്ചിരിക്കുന്നു. അതിന്റെ പകർപ്പ് ചേർത്തുകൊണ്ടാണ് ഇദ്ദേഹം അപേക്ഷ വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും, അതായത് മലപ്പുറം എടവണ്ണയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടി പോലീസുകാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അൻവർ DGPക്ക് കത്ത് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, അൻവറിന്റെ ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പിലെ തന്നെ പല ഉന്നതർക്ക് നേരെയും, പ്രത്യേകിച്ച് ADGPക്കെതിരെ, M രാജീവ് കുമാർ അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ആരോപണം തന്നെയാണ് അൻവർ ഉന്നയിച്ചിരുന്നത്. അതിനെ തുടർന്ന് വന്ന ഭീഷണിക്കത്തിന്റെ ഭാഗമായിട്ടാണ് അൻവർ ഇപ്പോൾ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ശരി, ആനന്ദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.